ടീസ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 50 ml സ്പൂണാണ്, 5 ഏലക്ക, 5 ഗ്രാമ്പൂ, 1 തക്കോലം, ചെറിയ 2-3 പീസ് കറുവപ്പട്ട, 1 ടീസ്പൂൺ ജീരകം, ചെറിയ സ്പൂണ് 5 ml, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയും സ്പൈസസ് ആണ് കബ്സ മസാലയ്ക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസിൻ്റെ എല്ലാം ഒരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ചെറിയ ജീരകം ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജീരകം പൊട്ടി തുടങ്ങുന്ന ആ ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് പോകും മുമ്പ് തന്നെ 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കബ്സയ്ക്ക് വേണ്ടി ഡ്രൈ റോസ്റ്റ് ചെയ്ത സ്പൈസസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഗ്രൈൻഡറിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മസാല ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതൽ പൊടിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നേരം തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ നാളിത് വെച്ച് നല്ല മണമെല്ലാം അങ്ങ് പോകും. ഈ കബ്സ മസാല കൊണ്ട് നമുക്ക് മട്ടൻ കബ്സ, ചിക്കൻ കബ്സ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.